നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭിന്നശേഷിക്കാരിയായ 6 വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. കൊല്ലത്ത് 6 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ 14-കാരനാണെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്ത 14-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി. 14-കാരൻ പോലീസ് മേൽനോട്ടത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിരീക്ഷണത്തിലാണ്. കുന്നത്തൂർ പഞ്ചായത്തിലാണ് ഈ നാടിന് നടുക്കിയ സംഭവം നടന്നത്. ആഴ്ചകൾക്ക് മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പിതാവുമായി അകന്നു കഴിയുന്ന മാതാവ് കുട്ടിയെ വീടിനോട് ചേർന്നുള്ള ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ ഏൽപ്പിച്ച ശേഷമാണ് പതിവായി വീട്ടുജോലിക്ക് പോയിരുന്നത്. ഈ അവസരത്തിലാണ് ഈ 14-കാരൻ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കുട്ടിക്ക് വയറുവേദന കലശലായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആന്തരികാവയവങ്ങളിൽ അണുബാധ ഉണ്ടായതായി കണ്ടെത്തിയിട്ടുള്ളത്. സ്വകാര്യ ഭാഗങ്ങളിൽ അണുബാധയും ക്ഷീണവും കാരണവുമായിരുന്നു കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് ഇരയായിരിക്കുന്നത്. കുട്ടി ക്രൂരമായി പീഡനത്തിന് ഇരയായി എന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു. ഏപ്രിൽ 19-നായിരുന്നു ഭിന്നശേഷിക്കാരിയായ 6 വയസ്സുകാരിയുടെ മരണം. കുട്ടി ഓട്ടിസം ബാധിതയായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ അണുബാധയും ക്ഷീണവും കാരണമാണ് കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. കുട്ടി മരിച്ചതിന് പിന്നാലെ കുട്ടിയുടെ പിതാവ് സമർപ്പിച്ച പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. 6 വയസ്സുകാരുടെ മാതാവും പിതാവും വേർപിരിയാണ് താമസിച്ചിരുന്നത്. കുട്ടിയെ ബന്ധുവീട്ടിൽ ഏൽപ്പിച്ചാണ് ഈ മാതാവ് ജോലിക്ക് പോയിരുന്നത്. ഈ സമയത്താണ് ഈ 14-കാരൻ കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്നാൽ ഈ ഒരു 14 വയസ്സുകാരനെ സംരക്ഷിക്കാനാണ് പെൺകുട്ടിയുടെ മാതാവ് ശ്രമിക്കുന്നതെന്നാണ് കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത്. കേസിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ദിവസങ്ങളായി സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് 9-ാം ക്ലാസ്സുകാരി പീഡിപ്പിച്ച കേസിൽ അമ്മയുടെ സഹോദരൻ അറസ്റ്റിലായത്. തിരുവനന്തപുരം വർക്കലയിലായിരുന്നു ഈ കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ കുട്ടിയുടെ അമ്മാവനായ 42-കാരനെ അറസ്റ്റ് ചെയ്തത്. വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗർഭിണിയാണ് എന്ന വിവരം പുറത്തിറങ്ങിയത്. തുടർന്ന് ആയിരൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതി ഭാര്യയുമായി പിണങ്ങി സഹോദരിക്കൊപ്പമാണ് 5 മാസമായി താമസിച്ചിരുന്നത്. കുട്ടി സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തുന്ന സമയം ഈ വീട്ടിൽ ആരും ഉണ്ടാകാറില്ലായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് കുട്ടിയെ ഈ പ്രതി നിരന്തര പീഡനത്തിന് ഇരയാക്കിയത്. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുട്ടി പോലീസിനോട് പറയുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ആയിരൂർ പോലീസ് അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഈ അടുത്തായി നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പത്തനംതിട്ട പെരുമ്പട്ടിയിൽ 14-കാരിയായ മകളെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ സംഭവത്തിൽ പിതാവാണ് അറസ്റ്റിലായത്. അതും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 8-ാം ക്ലാസ്സുകാരി ചികിത്സ തേടിയിരുന്നു. ഈ 8-ാം ക്ലാസ്സുകാരി എത്തിയതോടെയാണ് പിന്നെ ഈ ഒരു സംഭവം പുറലോകം അറിയുന്നത് തന്നെ. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ സംശയം തോന്നിയ ഡോക്ടർമാർ വിശദമായ ഒരു പരിശോധനയ്ക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് സ്വകാര്യ ലാബിൽ ഈ ഒരു പരിശോധന നടത്തുകയും കുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. പെരുമ്പട്ടിയിൽ താമസമാക്കിയ ഇടുക്കി സ്വദേശിയായ 43-കാരനാണ് ഈ പിതാവ്. പെൺകുട്ടി 7 ആഴ്ച ഗർഭിണിയാണെന്നാണ് ഈ പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായതിനാൽ ലാബ് ജീവനക്കാർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ പോലീസ് സ്ഥലത്തെത്തുകയും വിശദമായ അന്വേഷണം നടത്തുകയുമായിരുന്നു. തുടർന്നാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത്. കുട്ടിയുടെ മാതാപിതാക്കൾ നിയമപരമായി വിവാഹിതരായിട്ടില്ലായിരുന്നു. ഇതാണ് പോലീസ് കണ്ടെത്തിയ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം. അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഈ പെൺകുട്ടിയും സഹോദരനും ഉറങ്ങിയിരുന്നത്. ഇതിനിടെ അച്ഛൻ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടി പോലീസിൽ മൊഴി നൽകിയത്. പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പിതാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. വീട്ടുകാർക്ക് സംശയം തോന്നി നടത്തിയ വൈദ്യപരിശോധനയിലാണ് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗർഭിണി ആ സമയം 7 ആഴ്ച ഗർഭിണിയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് രേഖപ്പെടുത്തി പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു. കേരളത്തെ ഏറെ നടുക്കിയ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3.5 വയസ്സുകാരിയും പീഡനത്തിനിരയായിരുന്ന സംഭവം കേരളത്തെ ഏറെ നടുക്കിയതാണ്. ഈ സംഭവത്തിൽ കുട്ടിയുടെ അച്ഛന്റെ സഹോദരനായ 36-കാരനായിരുന്നു പിടിയിലായത്. വീടിനുള്ളിലെ മുറിക്കുള്ളിൽ സദാസമയം ഈ ചെലവിട്ടിരുന്ന കൊച്ചച്ഛന്റെ ലൈംഗിക വൈകൃതങ്ങൾക്കാണ് മരിക്കുന്നതിന് മുൻപ് പോലും ആ 3.5 വയസ്സുകാരി ഇരയായത്. ഫോറൻസിക് സർജനാണ് ഈ നിർണായക വിവരം പോലീസിന് കൈമാറിയത്. പിന്നാലെ ഈ വിവരം പുറത്തുവിടാതിരുന്ന പോലീസ് രഹസ്യമായി തന്നെ ബന്ധുക്കളെ അടക്കം നിരീക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ ആ 3 വയസ്സുകാരുടെ എല്ലാമായിരുന്ന കൊച്ചച്ഛനാണ് ആ കുരുന്നിനെ പിച്ചു ചീന്തിയതെന്ന നടുക്കുന്ന സത്യം പുറം ലോകത്തേക്ക് വരികയായിരുന്നു. ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച തെളിവുകളൊക്കെ ലഭിച്ചത്. രക്ഷിതാക്കളെക്കാൾ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ അടക്കം ഇയാൾ താല്പര്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. വീട്ടിൽ മുറിക്കുള്ളിൽ ദിവസവും, അതായത് ഭൂരിഭാഗം സമയം ഇയാൾ ചെലവിട്ടിരുന്നത് മുറിക്കുള്ളിൽ തന്നെയായിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ പ്രതി ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് വ്യക്തമായത്.
കുട്ടികളുടെ അശ്ലീല വീഡിയോകളുള്ള വെബ്സൈറ്റായിരുന്നു ഇയാൾ നിത്യവും സന്ദർശിച്ചിരുന്നത്. ഫോണിൽ നിന്ന് ഇത് കണ്ട ശേഷം ഡിലീറ്റ് ചെയ്യുന്ന അശ്ലീല വീഡിയോകളൊക്കെ പോലീസ് കണ്ടെടുത്തിരുന്നു. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായ ആന്തരിക ക്ഷതങ്ങൾ ഇയാളുടെ രതിവൈകൃതത്തിന്റെ പ്രതിഫലനമായിരുന്നു. കുട്ടി പീഡനത്തിന് ഇരയായ വിവരം ഫോറൻസിക് സർജൻ ലിസ ജോൺ അറിയിച്ച ഉടൻ തന്നെ പോലീസ് കൃത്യമായ നീക്കങ്ങളുടെ പ്രതി വലയിലാക്കുകയായിരുന്നു. ഈ പ്രദേശത്തെ പ്രതി കൂടുതലും കൂടെ കൊണ്ടു നടന്നതും കുട്ടികളെയൊക്കെയാണ്. കുട്ടികൾക്ക് മധുരം വാങ്ങി നൽകലും കളിപ്പാട്ടങ്ങൾ നൽകലും ഒക്കെയാണ് ഇയാളുടെ രീതി. ഇയാളൊരു പീഡോഫിലിക് ആണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതോടെ മറ്റു കുട്ടികളെ പ്രതി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുടുംബത്തിനോട് അടുപ്പം പുലർത്തുന്ന ആളുകൾ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആ താളം തെറ്റിയ കുടുംബത്തിലെ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇവർ മാക്സിമം ചൂഷണം ചെയ്യുന്നുണ്ട്. ഇത്തരം ചൂഷണങ്ങളിലൂടെ ആ കുട്ടികളെ നോട്ടമിട്ടുകൊണ്ട് പീഡോഫിലികൾ പല പ്രകൃതിവിരുദ്ധ പീഡനത്തിനടക്കം കുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാതാപിതാക്കൾ തമ്മിലുള്ള അകൽച്ച ആ കുഞ്ഞുങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ. കാരണം കുഞ്ഞുങ്ങൾ തങ്ങളുടെ പരാതികൾ പോലും ആരോട് പറയണമെന്ന് അറിയാതെ ഒരു നിഴലിക്കുന്ന അല്ലെങ്കിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഉറ്റ ബന്ധുക്കൾ തന്നെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പീഡോഫിലുകളെ പോലും അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ചങ്കിടിക്കുന്നത് പെൺകുട്ടികൾ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് തന്നെയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് മുതിർന്നയാൾക്ക് തോന്നുന്ന ലൈംഗിക ആകർഷണവും കാമപൂർത്തീകരണവുമാണ് ഈ പീഡോഫിലിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ മുതിർന്നവർ തങ്ങളെ ലൈംഗിക ഉപകരണമാക്കുന്നു? സൗകര്യം, സുരക്ഷിതത്വം ഒക്കെയാണ് ഇതിൽ അവർ കാണുന്ന ഏറ്റവും വലിയൊരു ഘടകമെന്ന് പറയുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങൾക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ഈ കുടുംബ ബന്ധത്തിലെ അരക്ഷിതാവസ്ഥ ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ തുടർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ആരോട് എന്ത് പറയണമെന്ന് അറിയില്ല. പറഞ്ഞാൽ തന്നെ എന്തിടപെടൽ ഉണ്ടാകുമെന്നും അവർക്കറിയില്ല. ഈ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തിയോ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വസ്തുക്കൾ നൽകിയോ ഒക്കെയാകാം ഇത്തരത്തിൽ ലൈംഗിക ചൂഷണമോ ലൈംഗിക ആകർഷണമോ ഒക്കെ ഇവർക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. ഈ ചെയ്യുന്ന തെറ്റിന്റെ ആഴമറിയത് കുട്ടികൾ ലൈംഗികതയിലേക്ക് ആകർഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പീഡോഫീലിയ ബാധിതർ തങ്ങളുടെ തെറ്റിനെ മനഃപൂർവ്വമായാണെങ്കിലും ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നത്. എല്ലായ്പ്പോഴും ആകർഷിക്കുകയുമല്ല, മറിച്ച് ഭീഷണിപ്പെടുത്തലിലൂടെയും കുഞ്ഞുങ്ങളെ ഏറെക്കുറെ നിശബ്ദരാക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട്. പക്ഷേ എപ്പോഴാണ് കുട്ടികൾ മാനസിക പ്രശ്നങ്ങളിലേക്ക് വീണു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിത്തത്തിൽ നിന്ന് വളർന്ന് മുതിർന്ന ചിന്തകളിലേക്ക് എത്തുകയും ശരീരമെന്നാൽ അവനവൻ്റേത് മാത്രമാണെന്ന തിരിച്ചറിവുകൾ ലഭിക്കുമ്പോഴുമാണ് അറിയാത്ത പ്രായത്തിൽ അപരിചിതനായ ഒരാൾ ശരീരം ഉപയോഗിച്ചു എന്ന് അവൾ തിരിച്ചറിയുക. അതോടെ അവൾ വീണുപോകുന്ന ഒരു വലിയ ഗർത്തമുണ്ട്. നിരാശയുടെയും മാനസിക സംഘർഷങ്ങളെയും ആഴമേറിയ കടലിൽ വീണതുപോലെ അവൾ തകർന്നു പോകാനും ആ ചിന്തകൾ മതി. വീണ്ടും ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടുമ്പോഴേക്കും സ്വന്തം ശരീരത്തിനോട് പോലും വെറുപ്പ് പലപ്പോഴായി പലതരത്തിൽ അവൾ പ്രകടിപ്പിക്കുന്നതോടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ പോലും അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചു തുടങ്ങും. ഒപ്പം പുരുഷന്മാരെ കുറിച്ചുള്ള ചിന്തകൾ പോലും അവർക്ക് വെറുപ്പുള്ളതായി തോന്നാം. ഇതൊക്കെ സാധ്യതകളാണ്. പക്ഷേ ബാല്യത്തിൽ അതിക്രൂരമോ അല്ലാതെയോ ആയ ശരീരോപദ്രവങ്ങൾ നേരിട്ട സ്ത്രീകളുടെ പിന്നിലുള്ള മാനസിക നിലകൾ അപഗ്രഥനം ചെയ്താൽ പോലും ഈ സത്യത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക. പീഡോഫീലിയ എന്ന അവസ്ഥ ഒരു മനോരോഗത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് തന്നെ അതിനെ കുറ്റകൃത്യത്തിന്റെ പിടിയിൽ വരാതെ ഇരിക്കുവാനും ന്യായീകരിക്കുവാനും പലർക്ക് കഴിയുന്നുണ്ട് എന്നത് സമ്പത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. 16 വയസ്സുകാരെ ലൈംഗികമായി ഉപയോഗിച്ച് ഗർഭിണിയാക്കിയ വ്യക്തി മുതൽ വയസ്സായ സ്ത്രീയെ ഉപയോഗിച്ച വ്യക്തി വരെ ജാതിമത ഭേദമന്യേ അവനവന്റെ മനോനിലകൾ നിയന്ത്രണമില്ലാതെ ഉപയോഗിച്ചവർ തന്നെയാണ്. സ്വന്തം ചിന്തകൾ സമൂഹത്തിന്റെ മറ്റൊരു വ്യക്തിയുടെ മനോനിലയ്ക്കും സമൂഹത്തിനും അപകടത്തിനും കാരണമാകുന്നുണ്ടെങ്കിൽ ആ മാനസിക നില ചോദ്യം ചെയ്യപ്പെടേണ്ടതും കുറ്റവാളിക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടതുമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.